ഏവർക്കും ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ 1. The escape speed for an object from Earth is 11.2 km/s. What is meant by escape speed? ഉത്തരം: minimum speed with which an object should be projected so as to escape from gravitational attraction of Earth is termed as escape speed. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം സ്പീഡിനെയാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ബി. അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി എസ്കേപ്പ് സ്പീഡ് ഫ്രം ദി എർത്ത്. നമുക്കറിയാം, ഭൂമിയുടെ സർഫസിലുള്ള ഒരു വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയായിട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ ആ വസ്തു ഇരിക്കുമ്പോഴുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആറാണ്. അത് ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയായിട്ട് മാറ്റി കൊടുക്കുക. അതായത് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അവിടെ കിടക്കുന്നത് ഹാഫ് സ്മോൾ എം വി സ്ക്വയർ ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്രൊജക്റ്റഡ് ബോഡിയാണ്, ക്യാപിറ്റൽ എം മാസ് ഓഫ് എർത്താണ്, ആർ റേഡിയസ് ഓഫ് എർത്താണ്, ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റുമാണ്. മാസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ബോഡി ക്യാൻസലായി പോകുന്നു. അപ്പോൾ നമുക്ക് ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അഥവാ വി സ്ക്വയർ ഈക്വൽ ടു 2g ക്യാപിറ്റൽ എം ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് എസ്കേപ്പ് സ്പീഡ് വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2g ക്യാപിറ്റൽ എം ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇതുകൂടാതെ വേറൊരു രൂപത്തിലും ഈ ഇക്വേഷനെ അവതരിപ്പിക്കാം. നമുക്കറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ആണ്. അഥവാ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ സ്മോൾ ജി ആർ സ്ക്വയർ ആണ്. ഇത് ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എസ്കേപ്പ് സ്പീഡ് വി കംസ് ഔട്ട് ബി വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്മോൾ ജി ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് ആറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എസ്കേപ്പ് സ്പീഡ് വി ഈക്വൽ ടു റൂട്ട് 2 സ്മോൾ ജി ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒരു ഒബ്ജക്റ്റിൻ്റെ എസ്കേപ്പ് സ്പീഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ സി. Explain whether the escape speed depends on the mass of the object or not. ഉത്തരം ഇതാണ്: escape speed does not depend on the mass of the projected object. Question D. The earth contains an atmosphere while the moon does not. Give reason. Moon has got very low escape velocity. Majority gas molecules RMS velocity is greater than escape velocity of moon. Hence moon has no atmosphere. അപ്പോൾ മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവാണ്. അപ്പം മെജോറിറ്റി ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അത് മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം മൂണിൻ്റെ സർഫസിൽ കാണത്തില്ല, അതിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് മൂണിന് എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് 9.8 m/s². Question A. Define acceleration due to gravity. ഉത്തരം: It is the acceleration experienced by a freely falling object on the surface of Earth. Small g equal to capital G capital M. അപ്പോൾ ഒരു എർത്തിൻ്റെ സർഫസിൽ ഫ്രീ ഫോളിംഗ് ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്വസ്റ്റ്യൻ ബി. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് എച്ച് എബോവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എർത്ത് കാണാം, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. എച്ച് ഹൈറ്റിൽ ഒരു പോയിന്റ് പി ചിന്തിക്കുന്നു. ആ പോയിന്റ് പിയിലെ ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എർത്തിൻ്റെ സർഫസിൽ സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ആണ്. ഇക്വേഷൻ 1. അറ്റ് ഹൈറ്റ് എച്ച്, ദാറ്റ് ഈസ് അറ്റ് പോയിന്റ് പി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് അഥവാ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ ജി എം ക്യാൻസൽ ആകുന്നു. ജി എച്ച് ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിട്ട് ഇൻവേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ആ ഇക്വേഷൻ എഴുതുക. ജി എച്ച് ഡിവൈഡ് ബൈ ജി ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ജി എച്ച് ബൈ ജി ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ നിന്നും 6 കോമൺ എടുക്കുന്നു, പുറത്തേക്ക് വരുമ്പോൾ അത് ആർ സ്ക്വയർ ആയിരിക്കും. ഇൻറ്റു ബ്രാക്കറ്റിൽ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. നമുക്കറിയാം, ജി എച്ച് ബൈ ജി ഈക്വൽ ടു ആർ സ്ക്വയർ ക്യാൻസൽ ആവുന്നു. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അതായത് ജി എച്ച് ബൈ ജി ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ റേസ് ടു -2 എന്ന് ന്യൂമറേറ്ററിലേക്ക് വരുന്നു.
അവിടെ ബൈനോമിയൽ അപ്രോക്സിമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ജി എച്ച് ബൈ ജി ഈക്വൽ ടു 1 മൈനസ് 2h ബൈ ആർ എന്ന് കിട്ടുന്നു. അതായത് ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. Question C. At what height h the value of g will be half that on the surface of earth? നമുക്കറിയാം സർഫസ് ഓഫ് എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. ഏതോ ഒരു ഹൈറ്റ് എച്ചിൽ വെച്ച് g/2 ആകും. ആ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗറിൽ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. എച്ച് ഹൈറ്റിൽ പോയിന്റ് പിയിൽ g/2 ആണ്. നമുക്ക് മുന്നോട്ട് പോകാം. സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gm/r² ആണ്. ഇക്വേഷൻ 1. ഹൈറ്റിൽ gh ഈസ് ഈക്വൽ ടു gm/r+h² ആണ്. പക്ഷേ ആ ഹൈറ്റിലെ g/2 ആണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നു. g/2 ഈക്വൽ ടു gm/r+h². ഇക്വേഷൻ 2. അപ്പോൾ ആ h കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഡിവൈഡ് ചെയ്യുന്നു. g/g/2 ഈക്വൽ ടു gm/r² ഡിവൈഡ് ബൈ gm/r+h². മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് വരുന്നു. g ഇൻറ്റു 2/g ഇസ് ഈക്വൽ ടു gm/r² ഇൻറ്റു r+h² ഡിവൈഡ് ബൈ gm. അവിടെ g ക്യാൻസൽ ആവുന്നു. gmഉം gmഉം ക്യാൻസൽ ആവുന്നു. മിച്ചം 2 ഈക്വൽ ടു r+h² ബൈ r². അതായത് 2r² ഈക്വൽ ടു r+h². സ്ക്വയർ റൂട്ട് എടുക്കുന്നു. √2r ഈക്വൽ ടു r+h. അഥവാ h ഈക്വൽ ടു √2r മൈനസ് r. അതായത് h ഈക്വൽ ടു r കോമൺ എടുക്കുന്നു. √2 മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ R. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അടുത്ത സൈഡിൽ കെപ്ലർസ് ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡിസ്റ്റൻസ് മുതലായവ കിടപ്പുണ്ട്. വലത്തെ സൈഡിൽ സ്കെയിലാർ, പ്ലാനറ്ററി മോഷൻ, ഇനേർഷ്യ, 9.8 meter second raised to minus 2, LT raised to minus 1, 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ എന്ന് പറഞ്ഞ് കിടക്കുന്നു. കെപ്ലർസ് ലോസ് പ്ലാനറ്ററി മോഷനാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം raised to minus 2 ആണ്. വെലോസിറ്റി LT raised to minus 1 ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇനേർഷ്യയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 meter per second square or 9.8 meter second raised to minus 2. ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത ചോദ്യം. If acceleration due to gravity at the surface of earth is g, arrive at the expression for g at depth d. ഇപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ആണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡി ഡെപ്ത് താഴെയായിട്ട് GD കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അത് സർഫസിൽ നമുക്കറിയാം സ്മോൾ ജി എന്ന് പറഞ്ഞാൽ G ക്യാപിറ്റൽ M/r² ആണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഓഫ് എർത്ത് ഈക്വൽ ടു മാസ് ബൈ ടോട്ടൽ ആ എർത്തിൻ്റെ വോളിയം എടുക്കണം. അതായത് 4/3πr³ വരും. അപ്പോൾ മാസ് ഓഫ് എർത്ത് ഡെൻസിറ്റി ഇൻറ്റു 4/3πr³ എന്ന് കിട്ടും. അത് താഴെ കാണുന്ന ഇക്വേഷൻ്റെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, ക്യാപിറ്റൽ എമ്മിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ എമ്മിൻ്റെ സ്ഥാനത്ത് ρ4/3πr³ ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടുന്നു. r² r³ ക്യാൻസൽ ആവുന്നു. മിച്ചം വരുന്ന കാര്യങ്ങൾ എഴുതുന്നു. സ്മോൾ ജി ഈക്വൽ 4/3πg ρ ക്യാപിറ്റൽ R. ഇക്വേഷൻ 1. ഇനി നമുക്ക് ഡെപ്ത് ഡിയിലുള്ള GD കണ്ടുപിടിക്കാം. അപ്പം GD കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. GDക്ക് താഴെയുള്ള മിച്ചമുള്ള എർത്തിൻ്റെ ഭാഗത്തിൻ്റെ റേഡിയസ് r-d ആണ്. അപ്പോൾ അറ്റ് ഡെപ്ത് ഡി GD ഈക്വൽ ടു G, മാസും കുറയും, M' ഡിവൈഡ് ബൈ r-d². പക്ഷേ ഡെൻസിറ്റി മാറത്തില്ല. ഡെൻസിറ്റി M'/V' ആണ്. ഡെൻസിറ്റി റോ ഈക്വൽ M'/V' എന്ന് പറഞ്ഞാൽ 4/3πr-d². അപ്പോൾ M' റോ ഇൻറ്റു 4/3πr-d³ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അത് GDയുടെ എക്സ്പ്രഷനകത്ത് കിടക്കുന്ന M'-ലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ GD ഈക്വൽ ടു ക്യാപിറ്റൽ G റോ 4/3πr-d³ ബൈ r-d² എന്ന് കിട്ടുന്നു. r-d² r-d³ ക്യാൻസൽ ആവുന്നു. അപ്പോൾ GD 4/3πg റോ r-d എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുന്നു. ഇക്വേഷൻ 2 ആയിട്ട് അത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇക്വേഷൻ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ GD/G ചെയ്യുമ്പോൾ മിച്ചം വരുന്നത് r-d/r മാത്രമേ കാണത്തുള്ളൂ. r കോമൺ എടുക്കുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിലെ r ആയിട്ട് എന്നിട്ട് അത് ക്യാൻസൽ ആവുന്നു.
അത് 1-d/r എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് GD = g × 1 - d/r. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d comes out to be g × 1 - d/r ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. An elephant and an ant are to be projected from Earth into space. Whether the velocities required for doing so are the same or different. Justify your answer. എലിഫൻറ്റിനെയും ആൻറ്റിനെയും എർത്തിൽ നിന്ന് സ്പേസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഡിഫറൻറ്റ് വെലോസിറ്റി ആണോ അതോ സെയിം വെലോസിറ്റി ആണോ? അതിൻ്റെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യുകയും വേണം. ഉത്തരം ഇതാണ്, സെയിം വെലോസിറ്റിയാണ്. അതിൻ്റെ കാരണം എസ്കേപ്പ് വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ബോഡി. It only depends on mass of Earth. Question D. Find the period of a simple pendulum if this experiment is performed inside a satellite. നമുക്കറിയാം സാറ്റലൈറ്റ് എപ്പോഴും ഫ്രീ ഫോളിലാണ്. എനിവേ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം നമുക്കറിയാം T = 2π√L/g ആണ്. പക്ഷേ സാറ്റലൈറ്റിനുള്ളിലായതുകൊണ്ട് ഇത് ഫ്രീ ഫോളിലായതുകൊണ്ട് g 0 m/s² ആയിരിക്കും. അപ്പോൾ ടൈം പീരീഡ് T = 2π√L/0 എന്ന് കിട്ടും. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും. ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ പോലും നടക്കത്തില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് g വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അസ്യൂം ദാറ്റ് ഡെൻസിറ്റി ഓഫ് എർത്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം g വേഴ്സസ് r കെയറുമാണ് ഈ കാണുന്നത്. എർത്തിനുള്ളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്രൊപ്പോർഷണൽ ടു r ആണ്. എർത്തിന് വെളിയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g പ്രൊപ്പോർഷണൽ 1/r² ആണ്, അല്ലെങ്കിൽ g പ്രൊപ്പോർഷണൽ ടു r⁻². ആണ്. അപ്പോൾ അതൊരു എക്സ്പോണൻഷ്യലായിട്ട് ഡിക്രീസ് ചെയ്യുന്ന കർവായിരിക്കും. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് കെപ്ലേർഡ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ അഥവാ ലോ ഓഫ് ഏരിയാസ്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ ലൈൻ ജോയിനിങ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് അടുത്ത ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ചുറ്റും കറങ്ങുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ആ ഓർബിറ്റിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് ഓറഞ്ച് നിറത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. മാസ് ഓഫ് എർത്ത് m ആയിട്ട് എടുത്തേക്കുന്നു. സാറ്റലൈറ്റ് വരെയുള്ള ദൂരം r+h ആണ്. അവിടെ r ആ ഭൂമിയുടെ റേഡിയസും h ഭൂമിയുടെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റ് വരെയുള്ള ഹൈറ്റുമാണ്. സാറ്റലൈറ്റിൻ്റെ മാസ് സ്മോളമായിട്ട് എടുത്തേക്കുന്നു. അപ്പം സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് എർത്താണ്. അപ്പോൾ mv²/r+h ഈസ് ഈക്വൽ g (m)R+h² എന്ന് കിട്ടുന്നു. മാസ് ഓഫ് സാറ്റലൈറ്റ് ക്യാൻസൽ ആയി പോകുന്നു. v²= g (M)/r+h എന്ന് കിട്ടുന്നു. താഴത്തെ r+hഉം ഇപ്പുറത്തുള്ള r+h² തമ്മിലും ഒരു ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. അഥവാ ഓർബിറ്റൽ വെലോസിറ്റി v0 = G (M)/r+h എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്. ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകാം. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് 20 km/s. ഫൈൻഡ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സ്മോളസ്റ്റ് പോസിബിൾ ഓർബിറ്റ്. അപ്പം നമുക്കറിയാം സ്മോളസ്റ്റ് പോസിബിൾ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ആ പ്ലാനറ്റിനോട് ചേർന്ന് തന്നെ സഞ്ചരിക്കണം, അഥവാ ഹൈറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹൈറ്റ് ഉണ്ട്. പ്ലാനറ്റിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ആ സാറ്റലൈറ്റ് കിടക്കുന്നത്. ഈ ചിത്രം വീക്ഷിച്ചാൽ സാറ്റലൈറ്റ് ആ പ്ലാനറ്റിൻ്റെ സർഫസിനോട് ചേർന്ന് തന്നെ കിടക്കുകയാണ്. h0 ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫോർ സ്മോളസ്റ്റ് ഓർബിറ്റ് പോസിബിൾ ഓർബിറ്റ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2v0 ആണ്. ഇതിനെ കോസ്മിക് വെലോസിറ്റി എന്നും ഫസ്റ്റ് ഓർബിറ്റൽ വെലോസിറ്റി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ v/√2 ആണ്. ചോദ്യം തന്നിട്ടുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഈസ് 20 km/s. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കിയേക്കുന്നു. എസ്കേപ്പ് വെലോസിറ്റി v = 20 × 10⁻³ m/s. അഥവാ ഓർബിറ്റൽ വെലോസിറ്റി VO = 20 × 10⁻³ m/s. ചെയ്തു വരുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി VO comes out to be 14.14 × 10⁻³ m/s. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദി എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ഈസ് ഗിവൺ ബൈ √2gr ആണ്. ക്വസ്റ്റ്യൻ ബിയിലേക്ക് വരാം. ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സർക്കുലേറ്റിംഗ് ദ എർത്ത് ഈസ് അറ്റ് എ ഹൈറ്റ് 3400 km ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ഇഫ് റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 km ആൻഡ് g = 9.8 m/s². കാൽക്കുലേറ്റ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ.
റൂട്ട് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ ഇ പ്ലസ് എച്ച് ആണ്. അതിനെ സ്ക്വയർ റൂട്ട് സ്മോൾ ജി ആർ ഇ സ്ക്വയർ ബൈ ആർ ഇ പ്ലസ് എച്ച് എന്ന് അവതരിപ്പിക്കാം ഈ രീതിയിൽ. നമുക്കറിയാം സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ആണ്. അപ്പോൾ സ്മോൾ ജി ആർ ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എം അല്ലെങ്കിൽ ജി എം ഇ ആണ്. അപ്പോൾ ജി എമ്മിൻ്റെ സ്ഥാനത്ത് സ്മോൾ ജി ആർ ഇ സ്ക്വയർ നേടുന്നതുകൊണ്ട് തെറ്റില്ല. സ്മോൾ ജി 9.8 തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട് 6400 കിലോമീറ്റർ. അതിനെല്ലാം മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് എച്ച്, ഹൈറ്റ് എല്ലാം കിലോമീറ്ററിലാണ്, അതിനെല്ലാം അവസാനം മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 6400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് കിട്ടും. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. നമുക്കറിയാം ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഉത്തരം ഡിക്രീസസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്. നമുക്കറിയാം ഡെപ്ത് കൂടുന്നതനുസരിച്ചും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. സെൻറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ നോക്കുക. അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ സെൻറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അഥവാ ഡെപ്ത് കൂടുന്നതനുസരിച്ച് താഴോട്ട് ഒരു പ്ലാനറ്റിൻ്റെ താഴോട്ട് പോകുന്നതനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക്/പൊട്ടൻഷ്യൽ എനർജിയാണ്. നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ദ പോളാർ സാറ്റലൈറ്റ് ഗോ അറൗണ്ട് ദി എർത്ത് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അതിൻ്റെ ഉത്തരം പോളാർ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്. സ്റ്റേറ്റ് കെപ്ലേറ്റ്സ് ലോ ഓഫ് ടൈം പീരീഡ്സ്. ഇത്രയേ ഉള്ളൂ. ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് എലിപ്സ്. അതായത് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. Satellites are objects which revolve around the Earth. The direction of revolution of geosynchronous satellite is ഉത്തരം west to east ആണ്. Derive an expression for total energy of an orbiting satellite. ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൈനസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ പ്ലസ് എച്ച്. കൈനറ്റിക് എനർജി ആണെങ്കിലോ ഹാഫ് എം ഓർബിറ്റൽ വെലോസിറ്റിയുടെ സ്ക്വയർ, അതായത് ഹാഫ് എം ഓർബിറ്റൽ വെലോസിറ്റിയുടെ സ്ക്വയർ നമ്മൾ കണ്ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ 2r പ്ലസ് എച്ച് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഈ രണ്ട് എനർജികളും കൂടെ സം ചെയ്യണം. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി കിട്ടും. അപ്പോൾ സം ചെയ്യുമ്പോൾ മൈനസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ 2r പ്ലസ് എച്ച് എന്ന് പറഞ്ഞ് കിട്ടുന്നു. അതായത് ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ 2 × r പ്ലസ് എച്ച് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവായിട്ടുള്ള വാല്യൂ ആണ് ടോട്ടൽ എനർജി. ക്വസ്റ്റ്യൻ സി, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ജിയോസിൻക്രോണസ് സാറ്റലൈറ്റ്? ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T ആണ്. അഥവാ ടൈം പീരീഡ് ആണ്. അതായത് 2 × 3.14 ടൈം പീരീഡ് നമുക്കറിയാം. ജിയോസിൻക്രോണസിനെ സംബന്ധിച്ച് 24 മണിക്കൂറാണ്. ഇതിനെ സെക്കൻഡിലേക്ക് മാറ്റിയിരിക്കുന്നു. 24 × 60 മിനിറ്റ് × 60 സെക്കൻഡ് എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നു. അതായത് ജിയോസിൻക്രോണസ് സാറ്റലൈറ്റിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ 7.3 × 10⁻⁻5 റേഡിയൻ (2⁻⁻1) എന്ന് പറഞ്ഞ് കിട്ടും. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. Work done to bring an object of mass m from infinity to the surface of Earth is known as gravitational potential energy. അപ്പോൾ നമുക്കറിയാം ഈ സ്മോൾ എം മാസ്സുള്ള ഒരു വസ്തു ഇൻഫിനിറ്റി ഇരിക്കുന്നു. അത് എർത്തിൻ്റെ സർഫസിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എയും ബിയും വളരെ ചേർന്ന് കിടക്കുന്ന പോയിന്റുകളാണ്. ഇത് വന്ന പാതയിലുള്ള 2 പോയിന്റുകളാണ്. അവ തമ്മിൽ വളരെ ദൂരം കുറവാണ്. അതുകൊണ്ട് ആ ദൂരത്തിനെ dx എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എ തൊട്ട് ബി വരെ സ്മോൾ എം മാസ്സുള്ള വസ്തുവിനെ കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടുപിടിക്കുന്നു. അതിനെ dw എന്ന് വിളിക്കുകയാണ്. അത് fdx ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റി തൊട്ട് r വരെ അഥവാ എർത്തിൻ്റെ സർഫസ് വരെ കൊണ്ടുവരാനുള്ള ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r dw ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ R dw fdx ആണ്. അതായത് w ഈക്വൽ ടു ഇൻഫിനിറ്റി ടു r f g സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ അവിടെ വരെയുള്ള ദൂരം x ആണെങ്കിൽ x² dx എന്ന് പറഞ്ഞു കൊടുക്കുന്നു.
ജി സ്മോൾ എം ക്യാപിറ്റൽ എം കോൺസ്റ്റൻ്റ് ആണ്, അഥവാ ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം. അത്തരം കാര്യങ്ങൾ ഇൻ്റഗ്രേഷന് വെളിയിലെടുക്കുന്നു. ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ, അതായത് ഡബ്ല്യു ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ എക്സ് സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ എക്സ് റൈസ് ടു മൈനസ് 2 dx. അതായത് ഡബ്ല്യു ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം എക്സ് റൈസ് ടു മൈനസ് 2 + 1 ബൈ മൈനസ് 2 + 1 ഇൻ്റഗ്രേഷൻ നടത്തി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ആർ ആണ്. ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം എക്സ് റൈസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 ഫ്രം ലിമിറ്റ്സ് ഇൻഫിനിറ്റി ടു ആർ. ഡബ്ല്യു ഈക്വൽ ടു താഴത്തെ -1 മൈനസ് ആയിട്ട് മുകളിൽ കാണിക്കുന്നു, മൈനസ് ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം എക്സ് റൈസ് ടു -1 താഴോട്ട് വരുന്നപ്പോൾ 1/x ആകുന്നു ഇൻഫിനിറ്റി ടു ആർ. ഡബ്ല്യു ഈക്വൽ മൈനസ് ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/r മൈനസ് 1/ഇൻഫിനിറ്റി. അതായത് ഡബ്ല്യു തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. യു ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. 1/ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഈ പച്ച ബോക്സിനകത്ത് കിടക്കുന്ന എക്സ്പ്രഷനാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ. മൈനസ് ക്യാപിറ്റൽ ജി സ്മോൾ എം ക്യാപിറ്റൽ എം ബൈ ആർ ആണ്. ഇനിയും എനിക്ക് കൊണ്ടുവരേണ്ട മാസ് യൂണിറ്റി ആണെങ്കിൽ, ഇപ്പം കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എർത്തിൻ്റെ സർഫസിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്മോൾ എമ്മിന് നമ്മൾ 1 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിനെ വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. വി ഈക്വൽ മൈനസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടുന്നു, വിച്ച് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ.